നമ്മുടെ നാടിന് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന നിരവധി പകർച്ചവ്യാധികളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. മഴക്കാലമായതിനാൽ പല രീതിയിലുള്ള പകർച്ചവ്യാധികളും അതുപോലെ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ഷിഗല്ല, നിപ തുടങ്ങിയ പകർച്ചവ്യാധികൾക്കുള്ള സാധ്യതയുണ്ട്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെടുന്നുണ്ട് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. അതിനുവേണ്ട നടപടിക്രമങ്ങൾ കൃത്യമായി തന്നെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അദ്ദേഹം പലവട്ടം ഇവിടുത്തെ ഹെൽത്ത് ഡയറക്ടറേറ്റുകൾക്കും ഉദ്യോഗസ്ഥർക്കും ഒക്കെ തന്നെ മെഡിക്കൽ കോളേജുകൾക്കും ഒക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ, ഡ്രൈ ഡേ തുടങ്ങിയവ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇപ്പൊ നിയമസഭയിൽ സംസ്ഥാനത്തെ പകർച്ചവ്യാധി തർക്കവുമായി നിയമസഭയിൽ പ്രതിപക്ഷവും കെ മുരളീധരനും ഏറ്റുമുട്ടി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. പി എ മുഹമ്മദ് റിയാസ് ആയിരുന്നു കെ മുരളീധരന് എതിരായി നിന്നത്. ഇവിടെ മുരളീധരന്റെ പണ്ടത്തെ ഒരു പ്രസ്താവന, എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ എന്ന് പറയുന്ന ആ പ്രസ്താവനയൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പി എ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പ്രകടനം നടത്തിയത്. വീഴ്ചയില്ല എന്നും വകുപ്പുകൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നതായി മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. സർക്കാരിനെ വിലയിരുത്താൻ 35 ദിവസം മതിയാകില്ല, എന്നാൽ സർക്കാർ ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ 35 ദിവസം മതി എന്ന് മുഹമ്മദ് റിയാസ് MLA കുറ്റപ്പെടുത്തി. നിലവിലെ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ എന്ന മുൻ പരാമർശം റിയാസ് സഭയിൽ ഉയർത്തി. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയെ പോലെ ഏതെങ്കിലും മന്ത്രി ഭരിക്കുന്നത് കൊണ്ടാണ് പകർച്ചവ്യാധി പടരുന്നത് എന്ന അഭിപ്രായം തങ്ങൾക്കില്ലെന്നും, എന്നാൽ പകർച്ചവ്യാധികൾ തടയുന്നതിൽ സർക്കാരിന്റെ കാഴ്ചപ്പാട് പ്രധാനമാണ് എന്നും റിയാസ് പറഞ്ഞു. എന്തെല്ലാം പകർച്ചവ്യാധികളാണ് ഈ മഴക്കാലത്ത് പകരുന്നത്? മാരക സ്വഭാവമുള്ള രോഗങ്ങൾ പടരുമ്പോൾ ഭരണകക്ഷിയിലെ പലരും ആരോഗ്യ ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള തിരക്കിലാണ്. അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയിലെ തഹസിൽദാർ കസേരയിൽ നിന്ന് മാറിക്കൊടുക്കാത്തതുപോലെയുള്ള കസേരകളിയാണ് DHS ആസ്ഥാനത്ത് നടക്കുന്നത്. ആരോഗ്യ വകുപ്പിൽ ഏകോപനമില്ല എന്നും റിയാസ് കുറ്റപ്പെടുത്തി. മഴക്കാലത്തിന് മുൻപ് സ്വീകരിക്കേണ്ട മുൻകരുതൽ സ്വീകരിച്ചില്ല എന്നൊക്കെയാണ് അവരുടെ കുറ്റപ്പെടുത്തൽ. ദേവസ്വം ആരോഗ്യവും കൈകാര്യം ചെയ്യുന്നത് ഒരേ മന്ത്രി, വിവിധ മന്ത്രിമാരുടെ പ്രശ്നമല്ല, സർക്കാരിന്റെ കഴിവുകേടാണ് എന്നും പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തെ റീൽസും വീണമീട്ടലുമാണ് ആരോഗ്യ വകുപ്പ് നേരിടുന്ന പ്രശ്നം എന്ന് കെ മുരളീധരൻ മറുപടി നൽകി. പ്രതിപക്ഷം പറയുന്നത് പോലെ ഭീകരമായ സ്ഥിതിയില്ല. നിപ മരുന്ന് LDF കാലത്തും വാങ്ങി സ്റ്റോക്ക് ചെയ്തിരുന്നില്ല എന്നും മന്ത്രി മറുപടി നൽകി. ഷിഗല്ല, നിപ, എബോള, കുരങ്ങുപനി എന്നിവ പടർന്നു പിടിച്ച് മരണങ്ങൾ വ്യാപിക്കുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാളിയത് പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമായി. സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണം എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ആരോഗ്യ വകുപ്പിൽ കസേരകളിയാണെന്നും ഇങ്ങനെയൊരു രംഗം ചരിത്രത്തിൽ ഇല്ലെന്നും DMA നിയമനം അവതാളത്തിലാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് പുതിയ ദിശാബോധവും പ്രവർത്തനങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിൽ തർക്കങ്ങളും വിതർക്കങ്ങളും ഉണ്ടാകേണ്ട ഒരു അവസ്ഥയിലല്ല നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ആരോഗ്യവകുപ്പ് തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ ഏകീകരിച്ച് ഏകോപിപ്പിച്ച് കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് കൃത്യമായി തന്നെ തുടരട്ടെ. സഭയിൽ ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ ഉന്നയിക്കുന്നത് സാധാരണമാണ്. അതിന് മന്ത്രി കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. നേരത്തെ ആരോഗ്യ വകുപ്പിന്റെ വീണ ജോർജ് മന്ത്രിയായിരുന്നപ്പോൾ ഉള്ള ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമുക്കും അറിയാവുന്നതാണ്. ഏകോപനമില്ലായ്മയും യാതൊരു നിലവാരമില്ലായ്മയും മരണങ്ങളും ഒക്കെ തന്നെ നിരവധി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ ചെയ്തതൊക്കെ നല്ലത്, നിങ്ങൾ ചെയ്യുന്നതൊക്കെ മോശം എന്ന രീതിയിലേക്ക് പി എ മുഹമ്മദ് റിയാസ് ഇതിനെയൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് എന്ന വിമർശനം ശക്തമായിട്ടുണ്ട്. ആരോഗ്യമേഖലയിൽ പ്രതിസന്ധി വരുമ്പോൾ അത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് നിന്ന് അതിനെ നേരിടാനും അതിനു വേണ്ട നടപടി എടുക്കാനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും പരിഹരിക്കാനും ശ്രമിക്കേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള വാക്തർക്കങ്ങളല്ല വേണ്ടത് എന്നുള്ള അഭിപ്രായം കൂടി ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും പൊതുസമൂഹം രേഖപ്പെടുത്തുന്നുണ്ട്.